പാടുവാൻ നഷ്ടമതിൽ കൊണ്ടാടുവാൻ കഷ്ടതയിലും പാടുവാൻ നഷ്ടമതിൽ കൊണ്ടാടുവാൻ ശക്തിയരുൾ യേശുവിൻ പോലെ യേശുവിൻ യേശുവിൻ പോലെ യേശുവിൻ യേശുവിൽ നിത്യം ഇവയെ കാക്ഷിക്കുന്നു ഞാൻ യേശുവിൽ നിത്യം ചേരുവാൻ ഇവയെ കാക്ഷിക്കുന്നു ഞാൻ ഉറപ്പിക്കന്നെ നീവനായെന്നെ ശുദ്ധാത്മാ ഉറപ്പിക്കന്നെ എന്നാദാ നീവനായെന്നെ ശുദ്ധാത്മാ ക്രിസ്തൻ മകത്താലെ ഞാൻ ഒറ്റും ക്രിസ്തൻ മകത്താലെ ഞാൻ ഒരിക്കൽ കൂടെ പാടുന്ന ശാസം വിശാർത്ത പാടാം ക്രിസ്തൻ മകത്താലെ ഞാൻ ഒറ്റും യേശുവിന്റെ കൂടെ താഴുവാൻ യേശുവിനോട് ചേർന്ന് പോകുവാൻ ഒരു പട്ടുകാരൻ പറയുന്നു യേശുവിൽ നിത്യം ചെയ്യുവാൻ. നമ്മുടെ ലക്ഷ്യം എന്താണ്? കൃത്യമായിട്ട് തന്നെ ചെല്ലുന്നൊരു സമയവും പിന്നെ തിരികെ വരാതെ ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ആയിരിക്കുമെന്നുള്ള സന്തോഷകരമായ അവസ്ഥയാണ്. ക്രിസ്തീയ ജീവിതം വളരെ വിജയപ്രദമായി തീരുന്നത് പുനരാഗമന ചിന്തകളിലൂടെയാണ്. പുനരാഗമന ചിന്തകൾ വരുമ്പോഴാണ് ക്രിസ്തീയ ജീവിതം വിജയകരമായി തീരുന്നത്. ആ പുനരാഗമന ചിന്തകൾ, പുനരുദ്ധാന ചിന്തകൾ, ഉത്പ്രാവണ ചിന്തകൾ, ദൈവരാജ്യ ചിന്തകൾ, നിത്യതയെക്കുറിച്ചുള്ള ചിന്തകൾ എന്നും ദൈവം നമുക്ക് നിലനിർത്തി തരുവാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. എല്ലാ വചനത്തോടുള്ള ബന്ധത്തിലും അതെപ്പോഴും ഓർക്കണം. നിങ്ങളുടെ വീടുകളിലും പ്രാർത്ഥനയ്ക്കായിരിക്കുമ്പോഴും വചനം വായിക്കുമ്പോഴും പാട്ട് പാടുമ്പോഴും ഞാൻ സാധാരണ പറയാറുണ്ട്, എന്നും പുനരാഗമന ചിന്തകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരണം. എന്നാൽ മാത്രമേ കർത്താവിന് വേണ്ടി ഉത്സാഹത്തോടെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയുകയുള്ളൂ. കർത്താവിന് വേണ്ടി എല്ലാവരെയും സഹായിക്കട്ടെ എന്ന ദൈവസന്നിധിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ തുടർന്നുള്ള അല്പമിനിറ്റുകൾ ദൈവത്തിന്റെ ബന്ധം നമുക്ക് ധ്യാനിക്കാം. വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അതിന്റെ 10-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം വായിച്ചാണ് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തു ആയിരുന്നു.
ആധുനിക പരിഭാഷ ആണോ നമ്മൾ ജാഗ്രത വെച്ചിരിക്കുന്നത്? ശ്രദ്ധിച്ചോളണം. അവരോട് കൂടെ യാത്ര ചെയ്ത ലഭിച്ച ജലമാണ് അപ്പൊ പഴയ തിരുവെഴുത്തുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഇസ്രായേൽ മക്കളുടെ 40 വർഷത്തെ മരുഭൂമി യാത്രയെ കുറിച്ചുള്ള ഒരു വിവരണം പൗലോസ്ലീഹ കൊരിന്ത്യയിലെ ദൈവമക്കൾക്ക് പരിചയപ്പെടുത്തുമ്പോൾ നമ്മുടെ ചിന്തകൾക്കൊക്കെ അപ്പുറമായ രീതിയിലൊരു കാര്യം ഇവിടെ പറയുകയാണ്. ഈ 40 വർഷവും മരുഭൂമി യാത്രയിൽ അവരോടുകൂടെ യാത്ര ചെയ്ത ഒരു പാറയുണ്ടായിരുന്നു. യേശുവാകുന്ന പാറ അവരോടുകൂടെ യാത്ര ചെയ്യുകയായിരുന്നു. അവരോടുകൂടെ യാത്ര ചെയ്തൊരു പാറ, യാത്ര ചെയ്ത് അവരെ അനുഗമിച്ച ഒരു പാറയുണ്ടായിരുന്നു. പഴയ തിരുവെഴുത്തുകളൊക്കെ നമ്മളെ അരിച്ചു പറിക്കുകയോ അങ്ങനെയൊന്നും കാണാൻ പറ്റുമോ? ഒന്നും കാണാൻ പറ്റത്തില്ല. ഏത് പാറയായിട്ട് അവരുടെ കൂടെ നടന്നത്? പഴയ തിരുവെഴുത്തുകളിൽ ഒറ്റ ഭാഗങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയത്തില്ല. പക്ഷേ പുതിയ വീക്ഷണത്തിൽ പൗലോസ്ലീഹ ആത്മാവിൽ ആ കാര്യം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ആത്മാവിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇനി പഴയ ഇസ്രായേലിന്റെ നേതൃസ്ഥാനത്ത് നിലനിന്ന മോശയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ലക്ഷക്കണക്കിന് വരുന്ന ഇസ്രായേൽ മക്കളെ നീണ്ട വർഷങ്ങൾ മരുഭൂമിയിലൂടെ കൊണ്ടുപോകാൻ തനിക്ക് പ്രചോദനമായി തീർന്നത് എന്താണെന്ന് അറിയാമോ? ആത്മാവിൽ മോശ ഈ അനുഗമിക്കുന്ന പാറയെ കണ്ടിരുന്നു. അനുഗമിക്കുന്ന പാറയെ ആത്മാവിൽ മോശ കണ്ടതുകൊണ്ടാണ് സുഗമമായി ജനത്തെ തനിക്ക് കൊണ്ടുപോകാനായിട്ട് കഴിഞ്ഞത്. എന്നാൽ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ സങ്കീർത്തന പ്രബോധനത്തിൽ നമ്മൾ വായിച്ചതുപോലെ നിരാശകളും വേദനകളും ഒക്കെ ജീവിതത്തിൽ വന്നപ്പോൾ അല്പസമയത്തേക്ക് അനുഗമിച്ച പാറയുടെ സാന്നിധ്യം വേണ്ടതുപോലെ തനിക്ക് തിരിച്ചറിയാനൊക്കെ കഴിയാതെ പോയപ്പോഴാണ് മോശ പറയുന്നത്, ഞാൻ പ്രസവിച്ചതല്ലോ, ഞാൻ ഇതിനായി കഷ്ടപ്പെടുന്നത്, യുവമാരുടെ അടിയിടിയും ഈ ആട്ടുതൂപ്പ് എന്തിനാ ഞാൻ സഹിക്കുന്നത്, എന്നെ കൊണ്ട് പറ്റത്തില്ല എന്നൊക്കെ മോശ പലപ്പോഴും എതിരായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതിന്റെ കാരണം ഉള്ളിൽ ചില സമയങ്ങളിലൊക്കെ നിരാശ വരും, ചില സമയങ്ങളിലൊക്കെ ഭാരം വരും. ദൈവത്തിന്റെ സ്തോത്രം. പക്ഷെ വീണ്ടെടുപ്പുകാരനായിരിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ വേഗത്തിൽ വെളിപ്പെട്ടിട്ട് സെക്കൻഡുകൾക്കുള്ളിൽ ആ കാഴ്ചപ്പാട് മാറ്റിയെടുത്തിട്ട് മോശയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, ഞങ്ങളോടുകൂടെ ജനത്തെ അനുഗമിച്ച ഒരു പാറയുണ്ടായിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. എന്ന ദൈവസന്നിധിയിൽ വന്ന ദൈവശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളും ഓർക്കുക, നമ്മുടെ കർത്താവിനെ കുറിച്ച് സംബോധന ചെയ്തിരിക്കുന്ന, പരിചയപ്പെടുത്തിയിരിക്കുന്ന പല വാക്യങ്ങൾ ഉള്ളതിൽ ഒരു വാക്യമാണ് ഏത്? പാറയാകുന്ന ക്രിസ്തു. സങ്കീർത്തന പുസ്തകങ്ങൾ വായിക്കുമ്പോൾ പല ഭാഗങ്ങളിലുണ്ട് സങ്കീർത്തനക്കാര് പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ ദാവീദാണ് അതിനെ കുറിച്ചൊക്കെ പറയുന്നത്, എന്റെ പാറയായ ദൈവം, എന്റെ കോട്ടയായ ദൈവം, എന്റെ സങ്കേതമായിരിക്കുന്ന ഒരു ദൈവം. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. സങ്കീർത്തന പുസ്തകങ്ങളിൽ മുഴുവൻ നിറഞ്ഞു നൽകിയാണ് ഉറപ്പുള്ള പാറയായിരിക്കുന്ന ദൈവത്തെ കുറിച്ച്. സ്തോത്രം. ഇനി നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്റെ പരിശുദ്ധ ശുശ്രൂഷയുടെ ബന്ധത്തിൽ അരിമ ശിഷ്യന്മാരോട് പറയുമ്പോൾ പത്രോസിനോട് പറയുന്ന ഒരു കാര്യം ഇതാണ്. ദൈവസഭയോടുള്ള ബന്ധത്തിൽ ആ സഭയുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേകതകളോട് പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ പറയുന്നത്, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. സാമുദായിക സഭകൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് പോലെ പത്രോസാകുന്ന പാറയെ കുറിച്ചല്ല പറയുന്നത്, യേശുവാകുന്ന പാറയെ കുറിച്ച് പറയുകയാണ്. നീ പത്രോസാണ്. ദൈവത്തിന്റെ സ്തോത്രം. നീ പാറകഷണമാണ്, നീ പെട്രയാണ്, നീ പാറകഷണമാണ്. പക്ഷേ ഞാനാകുന്ന പാറമേൽ ദൈവസഭയെ പണിയും. അപ്പൊ യേശുവിന്റെ പരിശുദ്ധ ശുശ്രൂഷയില് യേശു അവിടെ അത് തുറന്ന് സമ്മതിക്കുകയും യേശു അവിടെ പരസ്യ പ്രഖ്യാപനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്, താൻ പാറയാണെന്ന്. ദൈവത്തിന്റെ സ്തോത്രം. അപ്പോസ്തലന്മാരെ കർത്താവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, യേശു പാറയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. സങ്കീർത്തന പുസ്തകത്തിൽ പാറയാകുന്ന ദൈവത്തെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുന്ന ഒരു കാര്യം ഇതാണ്, അവരെ അനുഗമിച്ച, അവരോടുകൂടെ യാത്ര ചെയ്ത ആത്മീയ പാറയിൽ നിന്നാണ് അവര് കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു എന്ന് പറയുമ്പോൾ ദൈവിക തൃത്വങ്ങളിൽ രണ്ടാമനായിരിക്കുന്ന യേശുക്രിസ്തു ഇസ്രായേൽ മക്കളുടെ 40 വർഷത്തെ മരുഭൂമി യാത്രയിൽ അവരോടുകൂടെ ഉണ്ടായിരുന്നു എങ്കിൽ ചങ്ക് തുറന്ന്
നിന്ന് വീണ്ടെടുത്ത രക്തമൊഴിക്കണമേ. വീണ്ടെടുത്ത എന്റെയും നിങ്ങളുടെയും ഈ ജീവിതയാത്രയിൽ യേശു നമ്മോട് കൂടെയുണ്ട്. വിശ്വസിക്കുന്നവർ ദൈവത്തിന് മഹത്വം അർപ്പിക്കാനായിട്ട് കഴിയട്ടെ. ഈ യാത്രയിൽ ഞാനും നിങ്ങളും തനിയല്ല. നമ്മുടെ വീണ്ടെടുപ്പുകാരിൽ രക്ഷയുടെ പാതയുമായിരിക്കുന്ന യേശു നമ്മോട് കൂടെയുണ്ട്. ഈ പാതയുടെ പ്രത്യേകതകളെല്ലാം നമ്മൾ വായിക്കുമ്പോൾ ധാരാളം പ്രത്യേകതകൾ കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഇയ്യോബിന്റെ പുസ്തകത്തിൽ നിന്ന് ഞാൻ ഈ കഴിഞ്ഞ ദിവസം വായിച്ചും ധ്യാനിച്ചും പഠിച്ചും വന്നപ്പോൾ ചില പുതിയ ആശയങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിലേക്ക് കൊണ്ടുപോകും. ദൈവത്തിന്റെ സ്തോത്രം. ഇയ്യോബിന്റെ പുസ്തകം 28-ാം അധ്യായം എടുത്തു വെക്കുക. ഞാൻ അതിന്റെ ആശയം ഒറ്റ വാക്യം പറഞ്ഞിട്ട് ദൈവങ്ങളോട് അതിന് ചില വാക്യങ്ങൾ ഞാൻ വായിപ്പിക്കാം. 28-ാം അധ്യായത്തിന്റെ 6, 7, 8 വാക്യങ്ങളാണ് ഞാൻ വായിക്കാൻ ഉദ്ദേശിക്കുന്നത്. 28-ാം അധ്യായത്തിന്റെ വിഷയം ഇതാണ്: ഭൂമിയുടെ അധോഭാഗങ്ങളിൽ കിടക്കുന്ന വിലപിടിപ്പുള്ള ലോഹങ്ങൾ മനുഷ്യൻ കഠിനാധ്വാനം ചെയ്ത് ഖനനം ചെയ്ത് പുറത്തു കൊണ്ടുവരുന്നു. ഒന്നുകൂടെ പറയാം. ഭൂമിയുടെ അധോഭാഗങ്ങളിൽ കിടക്കുന്ന കോടിക്കണക്കിന് രൂപ വിലയുള്ള വിവിധ ലോഹങ്ങൾ എത്രമാത്രം കഠിനാധ്വാനം ചെയ്താണ് മനുഷ്യനത് പുറത്തു കൊണ്ടുവരുന്നത്. പക്ഷെ ഇയ്യോബ് പറയുന്നൊരു കാര്യം ഇതാണ്: ഈ ഭൂമിയുടെ അധോഭാഗത്ത് കിടക്കുന്ന വിലപിടിപ്പുള്ള ലോഹങ്ങൾ ഖനനം ചെയ്തെടുക്കുവാൻ വേണ്ടി മനുഷ്യൻ കഠിനാധ്വാനം ചെയ്യുന്നതിന്റെ ഒരംശം പോലും ദൈവത്തെ കണ്ടെത്തുവാനായി, ദൈവത്തെ അറിയുവാനായിട്ട് മനുഷ്യൻ പുറത്തിരിക്കുന്നില്ല. മനസ്സിലായോ? ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ, വർഷങ്ങളാണ് ഭൂമിയുടെ അധോഭാഗത്ത് കിടക്കുന്ന വിവിധ ലോഹങ്ങൾ പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടി മനുഷ്യൻ കഠിനാധ്വാനം ചെയ്യുന്നത്. പക്ഷെ ദൈവത്തെ അറിയുവാൻ ഒരു സമയം പോലും വേർതിരിക്കുന്നില്ല. ദൈവത്തെ കണ്ടെത്തുവാൻ മനുഷ്യൻ ശ്രദ്ധിക്കുന്നില്ല. പഴയതിരുവെഴുത്തിലുണ്ട്: യഹോവയെ കണ്ടെത്താകുന്ന സമയത്ത് അവനെ അന്വേഷിപ്പീൻ, അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പീൻ. ഇന്ന് ആലയത്തിൽ വന്നിരിക്കുന്ന ദൈവമക്കളെ ഓർക്കുക, കൃപയാൽ യേശുവിനെ കണ്ടെത്തുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിച്ചു. ഒന്നുകൂടെ പറഞ്ഞാൽ, പാറയാകുന്ന ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിച്ചു. നമ്മുടെ കുടുംബത്തെ ദൈവം സഹായിച്ചു. ഏറെ ഉറപ്പോടെ പറയാനായിട്ട് കഴിയണം: പിതാക്കന്മാർക്ക് പകരം മക്കൾ ഇരിക്കുമെന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ തലമുറയ്ക്ക് പാറയാകുന്ന ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ ദൈവം ഇടയാക്കിയതോർത്ത് നമ്മയോട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് കഴിയണം. ഈശ്വരന്റെ മനസ്സിലായ ഒരു കർത്താവിനെ സ്തോത്രം ചെയ്താൽ ഇനി ഇയ്യോബിന്റെ പുസ്തകം 28-ാം അധ്യായത്തിലേക്ക് വന്നാൽ നിങ്ങൾ 28-ാം അധ്യായത്തിന്റെ ഉറക്കെ വായിച്ച് സഹായിക്കണമല്ലോ. 28-ാം അധ്യായത്തിന്റെ 6, 7, 8 വാക്യങ്ങളൊന്ന് ശാന്തമായി, ആരും തിരക്ക് പിടിക്കണ്ട, ശാന്തമായി ഉറക്കെ ഒന്ന് വായിച്ച്. അതിലെ പാറകൾ, ഭൂമിയുടെ അധോഭാഗത്തുള്ള പാറകളെ കുറിച്ച് പറയുകയാണ്. പാറകളിൽ മറഞ്ഞു നിൽക്കുന്ന ചില കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അതിന്റെ പാറകളിൽ എന്തെന്ന്? നീലരത്നത്തിന്റെ ഉൽപ്പത്തി സ്ഥാനം. നീലരത്നങ്ങൾ അതിൽ മറഞ്ഞു കിടക്കുന്നുണ്ട്. അടുത്തത് സ്വർണ്ണപ്പൊടി മറഞ്ഞു കിടക്കുന്നുണ്ട്. അടുത്തത് പക്ഷികളുടെ രാജാവാകുന്ന കഴുകൻ, അതീവ ദൂരവീക്ഷണമുള്ള കഴുകൻ ഭൂമിയിലെ എല്ലാം അറിയുന്നുണ്ട്, പക്ഷെ ഇത് അറിയുന്നില്ല. അപ്പൊ കഴുകൻ ആ കാര്യത്തിൽ പരാജയപ്പെട്ടു. കഴുകൻ മിടുക്കനാണ്, ദൂരവേന്നെല്ലാം അറിയുന്നുണ്ട്, പക്ഷെ കഴുകൻ ഈ കാര്യത്തിൽ എന്ത് ചെയ്തു? പരാജിതനാണ്, അറിയുന്നില്ല. അടുത്തത് പരുന്തും. പരുന്തും അങ്ങനെ തന്നെയാണ്. മോളിലേക്ക് പറന്നിട്ട് താഴെയുള്ളത് മുഴുവനും കണ്ട് ഇര വേഗത്തിൽ വന്ന് പിടിക്കുന്നു. ദീർഘവീക്ഷണമുള്ള കണ്ണുകളാണ് ഈ പക്ഷികളുടെ രാജാവായിരിക്കുന്ന കഴുകന്റെയും പരുന്തിന്റെയും ഉള്ളത്. അപ്പൊ ഈ കാര്യത്തിൽ കഴുകൻ പരാജയപ്പെട്ടു, പരുന്ത് പരാജയപ്പെട്ടു. അടുത്തത് കാട്ടുമൃഗങ്ങൾ, കാടുകളിൽ സ്വൈവിഹാരം നടത്തുന്ന ചെറുതു മുതൽ വലുതു വരെയുള്ള അനവധിയായ കാട്ടുമൃഗങ്ങളിൽ ഒന്നും ക്രൂരതയുള്ള, കൗശലതയുള്ള, പൊക്കമുള്ള, പലതും 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 വേഗതയുള്ള എല്ലാം എല്ലാം എല്ലാം
ഒന്നും അതിൽ ചവിട്ടിയിട്ടില്ല. ഈ കാര്യം കണ്ടുപിടിക്കുന്നതിൽ എല്ലാ കാട്ടുമൃഗങ്ങളും പരാജയപ്പെട്ടു. അടുത്തത് ഘോരസിംഹം, ഏറ്റവും ക്രൂരതയുള്ള, അലറുന്ന, ഏറ്റവും ക്രൗര്യ സ്വഭാവമുള്ള ക്രൂരസിംഹം, ഘോരതയുള്ള സിംഹം. അതിലൂടെ ഏത് പാറയില്ല സിംഹം കയറാത്തത്? പക്ഷെ ഭൂമിയുടെ അധോഭാഗത്തിലുള്ള പാറയിൽ സിംഹത്തിന് കയറാൻ കഴിയുന്നില്ല. മൃഗങ്ങളുടെ രാജാവും അതിനകത്ത് പരാജയപ്പെട്ടു. 29-ാം അധ്യായത്തിലേക്ക് വന്നേ. 29-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിന്റെ 2-ാം സെന്റൻസിൽ ഒരു ആശയം കിടക്കുന്നുണ്ട്. 29-ന്റെ 6 മുഴുവൻ അങ്ങ് വായിച്ചോ. 29-ാമത്. അന്ന് ഞാൻ എന്റെ കാലുകളെ വെണ്ണ കൊണ്ട് കഴുകി. ശ്രദ്ധിച്ചോളാം. പാറ എനിക്ക് തൈല നദികളെ ഒഴുക്കി തന്നു. പാറ എനിക്ക് തൈല നദികളെ ഒഴുക്കി തന്നു. അപ്പോൾ നമ്മൾ 2 ഭാഗങ്ങൾ വായിച്ചു. 28-ാം അധ്യായത്തിന്റെ 6, 7, 8 വാക്യങ്ങളും 29-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഈ ഭൂമിയുടെ അധോഭാഗങ്ങളിൽ മറഞ്ഞു കിടക്കുന്ന പാറയുടെ 7 പ്രത്യേകതകൾ അവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ശ്രദ്ധിച്ച് നിങ്ങൾ, ഭൂമിയുടെ അധോഭാഗങ്ങളിൽ മറഞ്ഞു കിടക്കുന്ന പാറയുടെ 7 പ്രത്യേകതകൾ യേശുക്രിസ്തുവാകുന്ന പാറയുമായിട്ട് ഞാനിതങ്ങ് ബന്ധിപ്പിക്കുകയാണ്. അവരെ അനുഗമിച്ച, അവരെ പിന്തുടർന്ന ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. ഇത്രയും കാര്യം മനസ്സിലായ കർത്താവിനെന്ന് സ്തോത്രം ചെയ്താണ്. ഇനി ക്രിസ്തുവാകുന്ന പാറയെ ഭൂമിയുടെ അധോഭാഗങ്ങളിലുള്ള ഈ പാറയുമായിട്ട് ബന്ധിപ്പിക്കുക. യോബ് 28-ലെ വിഷയം വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു. ഈ ഭൂമിയുടെ അധോഭാഗങ്ങളിലുള്ള പാറയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ ലോകങ്ങൾ കണ്ടെത്തുന്നതിനും അത് പുറത്തു കൊണ്ടുവരുന്നതിനും വർഷങ്ങൾ അവർ ഖനനം ചെയ്ത് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് കോടികൾ അവർ സമ്പാദിക്കുന്നു. എത്ര ആയിരം ആളുകൾ അതിന് പിന്നിൽ അധ്വാനിക്കുന്നു, എത്രയെത്ര ബുദ്ധി അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നു, സമയം പ്രവർത്തിക്കുന്നു. പക്ഷേ പാറയാകുന്ന ക്രിസ്തുവിനെ വേണ്ടതുപോലെ ആളുകൾക്ക് മറവായി നിൽക്കുകയാണ്. കൊരിന്ത്യലേഖനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ഈ ലോകത്തിലെ പ്രമുഖന്മാർ യേശുവിനെ അറിഞ്ഞില്ല. ഭൂമിയുടെ ഉള്ളിൽ അധിവസിക്കുന്ന പാറയ്ക്ക് ഇത്രയും പ്രത്യേകതയുണ്ടെങ്കിൽ ഇന്ന് ആരാധനാലയത്തിൽ വന്നിരിക്കുന്ന ദൈവമക്കൾ ഓർക്കുക, ഭൂമിയുടെ ഏഴങ്ങളിൽ കിടക്കുന്ന പാറയേക്കാൾ പ്രത്യേകതയുള്ളതാണ് നമ്മെ അനുഗമിക്കുന്ന ജീവനുള്ള പാറയാകുന്ന യേശു ക്രിസ്തു എന്ന് ആത്മാവിൽ ഏറ്റെടുത്ത ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്തുവാനായിട്ട് കഴിയണം. 29-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം മുതൽ 1-ാമത്തെ ആശയമായിട്ട് ഞാൻ അതിൽ നടത്തിയെടുക്കുകയാണ്. 29-6 നമ്മൾ കണ്ടല്ലോ, പാറ തൈല നദികളെ ഒഴുക്കിത്തരുന്നു. പാറ തൈല നദികളെ ഒഴുക്കിത്തരുന്നു. അവരെ അനുഗമിച്ച ആത്മീയ പാറ, അവരുടെ കൂടെ യാത്ര ചെയ്ത ആത്മീയ പാറ. ദൈവത്തിന്റെ സ്തോത്രം. എന്താ പാറയാകുന്ന ക്രിസ്തുവിന്റെ, തൈലനദിയാകുന്ന ക്രിസ്തുവിന്റെ പ്രത്യേകത? 2 പ്രത്യേകത ഞാൻ പറയാം. തൈലത്തിന്റെ 2 പ്രത്യേകത പരിശുദ്ധാത്മാവ് പറയുന്നുണ്ട്. 1-ാമത്തെ പ്രത്യേകത, അഭിഷേകത്തിന് വേണ്ടി തൈലം ഉപയോഗിക്കുകയാണ്. യേശു ദൈവത്തിന്റെ അഭിഷിക്തനാണ്. പത്രോസ്ലീഹ വെളിപ്പെടുത്തുന്നുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായത്തിൽ തീർന്നില്ല. 1 യോഹന്നാന്റെ ലേഖനത്തിൽ 2-ാം അധ്യായം വായിക്കുമ്പോൾ ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത്, തന്റെ പ്രിയ മക്കളെ യേശു പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യുന്നു. ഭൂമിയുടെ ഉള്ളിൽ മറഞ്ഞു കിടക്കുന്ന പാറ പോലെ മനുഷ്യന്റെ ചിന്തകൾക്ക് അപ്പുറമായി മറഞ്ഞു നിൽക്കുന്ന ദൈവത്തിന്റെ മർമ്മമായിരിക്കുന്ന ക്രിസ്തു എന്ന് പറയുമ്പോൾ അഭിഷേകത്തിന്റെ തൈല നദികൾ തന്റെ മക്കൾക്ക് വേണ്ടി ഒഴുകി കൊടുക്കുന്ന പാറയാകുന്ന ക്രിസ്തുവാണ്. അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾക്കാണ് സ്തോത്രം ചെയ്യുകയാണ്. അഭിഷേകം പ്രാപിക്കാത്ത പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ ഇന്ന് പകൽ ദൈവസന്നിധിയിൽ നിറകണ്ണുകളോടുകൂടെ സമർപ്പിച്ച് പ്രാർത്ഥിപ്പാനായിട്ട് കഴിയണം. പാറയാകുന്ന ക്രിസ്തുവിനെ പ്രാപിക്കുന്ന തൈലനദിക്ക് തുല്യമായ ആത്മാഭിഷേകം എന്റെ പേര് നിങ്ങളുടെ പേര് വ്യാപരിക്കപ്പെടാണ്. അത്താഴത്തിന് വേണ്ടി ശക്തിയോട് മുന്നോട്ട് പോകുവാനായിട്ട് കഴിയുന്നത് ഏതൊരു ക്രിസ്തു വിശ്വാസിയെയും വ്യത്യസ്തനാക്കി തീർക്കുന്നത് ആത്മാഭിഷേകത്തിന്റെ വ്യാപാരമാണ്.
അത് യേശുവാകുന്ന പാറമേൽ എന്തുണ്ടെന്ന് അറിയാമോ? തൈല നദിയുടെ ഒരു അഭിഷേകമുണ്ട്. ആ അഭിഷേകം ആത്മാവിന്റെ അഭിഷേകമാണ്. ആ അഭിഷേകം നമ്മെ വ്യത്യസ്തരാക്കുന്നു. ആ അഭിഷേകം നമ്മുടെ കുടുംബങ്ങളിൽ വെളിപ്പെടുക. ആ അഭിഷേകം നമ്മുടെ തലമുറകളിൽ വെളിപ്പെടുക. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അഹരോനെ വ്യത്യസ്തരാക്കിയത് ദൈവത്തിന്റെ അഭിഷേകമാണ്. ഇസ്രായേലിലെ പുരോഹിതന്മാരെ വ്യത്യസ്തമാക്കിയത് ദൈവത്തിന്റെ അഭിഷേകമാണ്. തീർന്നില്ല, പൗലോസിനെ വ്യത്യസ്തരാക്കിയത് ദൈവത്തിന്റെ അഭിഷേകമാണ്. പത്രോസിനെ വ്യത്യസ്തനാക്കിയത് ദൈവത്തിന്റെ അഭിഷേകമാണ്. മുമ്പുള്ള സഭയെ കർത്താവിന് വേണ്ടി ശക്തിയോടെ എനിക്ക് നിങ്ങൾക്ക് ശോഭിപ്പാനായിട്ട് കഴിയണമെങ്കിൽ ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവിന് പറയുവാനായിട്ട് കഴിയുന്നു. മറിഞ്ഞു കിടക്കുന്ന ക്രിസ്തുവാകുന്ന പാറ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരുമ്പോൾ യേശുവാകുന്ന പാറയിൽ ഒഴുകുന്ന ആത്മാവിന്റെ തൈലനദിയുടെ ഒരു അഭിഷേകമുണ്ട്. അത് എന്നെ നിങ്ങളെ ദൈവത്തിന് വേണ്ടി ശക്തിയോടെ ശോഭിക്കുന്ന ആത്മാവിൽ ബലപ്പെടുത്തുന്ന പാറയാണ്. യേശുവാകുന്ന പാറയിൽ നിന്ന് പുറപ്പെടുന്ന ആത്മാവിന്റെ തൈലനദിയുടെ ഒന്നാമത്തെ പ്രത്യേകത, ഇത് നമ്മെ അഭിഷേകം ചെയ്യുകയും ആ അഭിഷേകത്താൽ ദൈവത്തിന് വേണ്ടി നമ്മൾ വ്യത്യസ്തരായി തീരുകയും ചെയ്യുന്നു. ഇനി പാറയിൽ നിന്ന് പുറപ്പെടുന്ന തൈലത്തിന്റെ മറ്റൊരു പ്രത്യേകത, ഇലയാതിൽ വൈദ്യനില്ലയോ, ഇലയാതിൽ ഔഷധ തൈലമില്ലയോ? എന്തായാലും മറുപടി നമ്മൾ പറയുന്നത് ഇലയാതിൽ വൈദ്യനുണ്ട്. അവിടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അതിന് അറിയാവുന്നവർ പറഞ്ഞ്, പിന്നെ എന്താ എന്റെ പുത്രിയുടെ രോഗത്തിന് ശമനം വരാത്തതെന്ന് അടുത്ത സെന്റൻസുകൾ വായിച്ചിട്ടില്ലേ? അവിടെ ഇലയാതിൽ ഔഷധ തൈലം ഇല്ലയോ? ഉണ്ട്. ഇലയാതിൽ വൈദ്യനില്ലയോ? ഉണ്ട്. അടുത്ത ചോദ്യം, പിന്നെ എന്താ എന്റെ പുത്രിക്ക്, ദൈവത്തിന്റെ പ്രിയ മക്കൾക്ക് എന്താ സൗഖ്യം വരാത്തത്? ആത്മാവിനെ വൈദ്യുതി എന്ന് വിശ്വസിക്കണം. സഹോദരൻ, ഞാൻ പറയുന്നു, ദൈവത്തിന്റെ സഹോദരൻ പരിശുദ്ധാത്മാവിന്റെ പകൽ പറയുകയാണ്, എന്റെ പാറയും എന്റെ ശൈലവും എന്റെ കോട്ടയും എന്റെ തൈലനദിയും എന്റെ വീണ്ടെടുപ്പ് കാരണമായിരിക്കുന്ന എന്റെ കർത്താവിന്റെ സകല രോഗത്തിന് സൗഖ്യദായകനാണെന്ന് ഉള്ളിൽ തുറന്ന് എപ്പോൾ ഞാൻ വിശ്വസിക്കുമോ അപ്പോഴാണ് ദൈവശക്തിയുടെ ഒരു വ്യാപാരം അവിടെ വെളിപ്പെടുന്നത്. രക്തസ്രാവമുള്ള സ്ത്രീയെ ഒരു 1-2 സെക്കൻഡ് ഒരു അര മിനിറ്റ് നമ്മളൊന്ന് ഭാവനയെ കണ്ട് അവർക്ക് സുഖമായത് എങ്ങനെയാണെന്ന് അറിയാമോ? വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടാൽ എനിക്ക് സൗഖ്യം കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് ചെല്ലുന്നത്. സഹോദരം സഹോദരം സഹോദരൻ, ഞാൻ തൊട്ടാൽ എനിക്ക് സുഖം. അപ്പൊ അവൾ എത്ര പ്രാവശ്യം പറഞ്ഞ് നമുക്ക് അറിയാൻ പറ്റുമോ? എത്ര പ്രാവശ്യം പറഞ്ഞിട്ടില്ല. പക്ഷെ അവളെ മനസ്സിൽ അവൾ പറഞ്ഞുകൊണ്ടിരിക്കുക, മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താ നമ്മുടെ ഉള്ളിൽ പറയുന്നത്? ഹല്ലേലൂയ. എന്താ നമ്മുടെ ഉള്ളിൽ ചിന്തിക്കുന്നത്? അതിനനുസരിച്ച് ആ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. ഇവിടെ ഒന്നും നടക്കുകയില്ലെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒന്നും നടക്കത്തില്ല, ഒന്നും കാണാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞാൽ ഒന്നും കാണാൻ കഴിയത്തില്ല. എന്നാൽ ദൈവം പ്രവർത്തിക്കും, ദൈവശക്തി വെളിപ്പെടും, ഒരു അഭിഷേകത്തിന്റെ വ്യാപാരം വെളിപ്പെടും, ഒരു സൗഖ്യത്തിന്റെ വ്യാപാരം വെളിപ്പെടും. എന്റെ കുടുംബത്തിൽ, എന്റെ തലമുറയിൽ നല്ല വൈദ്യനായിരിക്കുന്ന എന്റെ പാറയായിരിക്കുന്ന യേശുവിന്റെ തൈലനദിയുടെ അഭിഷേകത്തിന്റെ വ്യാപാരം ഒരു സൗഖ്യമായി വെളിപ്പെടുമെന്ന് ആത്മാവിൽ ഏറ്റുപറയുവാൻ ആർക്ക് കഴിയുമോ അവർക്ക് ആ സൗഖ്യം അനുഭവിപ്പാൻ ദൈവമിടയാക്കും. പറയുന്നതനുസരിച്ച് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നു. ഒന്നാമത്തെ സന്ദേശം, സമയം വളരെ മുന്നോട്ട് പോയി. വെള്ളിയാഴ്ച ഇങ്ങനെ പ്രസംഗിച്ച് 15 മിനിറ്റ് 12:15 ആരാധന നിർത്തിയിരുന്നു. സമയത്തൊന്ന് നിർത്താൻ വേണ്ടി ദൈവത്തോടെ പറഞ്ഞ കർത്താവെ വിഷയമൊന്ന് ചുരുക്കി തരണമേ എന്ന് ദൈവസന്നദ്ധയിൽ പ്രാർത്ഥിച്ചാൽ ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ചുരുക്കി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചു. 12 എല്ലാം തീർന്നു പോകുന്നത് നമുക്കും നല്ലതാണല്ലോ. ദൈവത്തിന് സ്തോത്രം. ഒന്നാമത്തെ ആശയം നിങ്ങൾ പറഞ്ഞേ, പാറയാകുന്ന ക്രിസ്തുവിന്റെ ഒന്നാമത്തെ പ്രത്യേകത എന്താണ്? ഇത് തൈലനദി പുറപ്പെടുവിക്കുന്ന പാറയാണ്. ആ തൈലനദിയുടെ 2 പ്രത്യേകത, അഭിഷേകത്തിന്റെ തൈലവും സൗഖ്യത്തിന്റെ തൈലവും ഇതിനകത്തുണ്ട്. നമ്മളത് വിശ്വസിക്കണം. നമ്മുടെ ആദരം കൊണ്ടൊന്ന് പറയണം, ഒരു ഹല്ലേലൂയ ഒന്ന് ഉറക്കെ പറഞ്ഞാണ് ദൈവത്തിന്റെ സ്തോത്രം. യേശുവേ, ഞാനത് വിശ്വസിക്കുകയാണ്. ആമേൻ, ഹല്ലേലൂയ. അങ്ങന്റെ വൈദ്യനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങാണ് എന്നെ അഭിഷേകം ചെയ്യുന്നത്, ഞാനത് വിശ്വസിക്കുന്നു. കർത്താവേ, ഒരു മറവും കൂടാതെ ഈ വചനം ഞാൻ ആത്മാവിൽ ഏറ്റെടുക്കുകയാണ്. ഇതിന്റെ ജീവിതത്തിൽ ഒരു നന്മയാക്കി വെളിപ്പെടുത്തണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. അത് പ്രവർത്തിക്കാൻ ദൈവം കഴിവുള്ളവനാണ്. തൈലനദി ഒഴുകി തരുന്ന പാറ. ഇനി
യോബ് 28 വിഷയങ്ങൾ നമ്മുടെ മനസ്സിൽ അങ്ങ് ശ്രദ്ധിക്കുക, അത് അങ്ങ് കേന്ദ്രീകരിക്കുക. സ്തോത്രം. അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്നാണെന്നറിയാമോ? രണ്ടാമത്തെ സവിശേഷത ഞാൻ അതിൽ നിന്ന് എടുക്കുക. നീലരത്നങ്ങൾ ഈ പാറയുമായി ബന്ധപ്പെട്ടുണ്ട്. നീലരത്നങ്ങൾ ഈ പാറയുമായി ബന്ധപ്പെട്ടുണ്ട്. പുതിയ യെരൂശലേമിന്റെ 12 വിധ അടിസ്ഥാനങ്ങളെ കുറിച്ച് ഞാൻ ഒരു ഞായറാഴ്ചയോടെ പ്രസംഗിച്ചപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചവരും നോട്ട് കുറിച്ചവർക്കും അറിയാം. പുതിയ യെരൂശലേം 12 വിധ രത്നങ്ങൾ കൊണ്ട് പണിയപ്പെട്ടതാണ്, അലങ്കരിക്കപ്പെട്ടതാണ്. അതിൽ രണ്ടാമത്തെ രത്നമാണ് നീലരത്നം എന്ന് പറയുന്നത്. നീലരത്നം കാണിക്കുന്ന സ്വർഗീയമായ ചിന്തകളെയാണ് കാണിക്കുന്നത്. ലേഖപുസ്തകം വായിക്കുമ്പോൾ പുരോഹിതന്മാരുടെ ഉടുപ്പ് തുന്നിയെടുക്കുന്ന നൂലുകളെ കുറിച്ച് പറയുമ്പോൾ നീല നൂല് അതിപ്രധാനപ്പെട്ട ഒന്നാണ്. നീല എന്തിന്റെ നിറമാണ്? ആകാശത്തിന്റെ നിറമാണ്. നമ്മൾ പറയുമല്ലോ ആകാശനീല, സ്കൈ ബ്ലൂ. ആകാശനീല സാരി, ചുരിദാറ്, ഷർട്ട് എല്ലാം ആകാശനീല. എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ് ആകാശനീല എന്ന് പറയുന്നത്. ആകാശങ്ങൾക്ക് അപ്പുറമാണ് ഈ കാണുന്ന ആകാശത്തെ ഒന്നാം സ്വർഗം എന്നാണ് പറയുന്നത്. ഒന്നാം സ്വർഗം എന്നാണ് പറയുന്നത്. ഇതിനപ്പുറം ഒരു രണ്ടാം സ്വർഗമുണ്ട്. ആ രണ്ടാം സ്വർഗം കഴിഞ്ഞൊരു മൂന്നാം സ്വർഗം എന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നുണ്ട്. ആ മൂന്നാം സ്വർഗത്തിലാണ് നാം വിശ്വസിക്കുന്ന ദൈവം അധിവസിക്കുന്നത്. നാം എങ്ങോട്ടാ പോകുന്നത് അറിയാമോ? മൂന്നാം സ്വർഗത്തിലേക്കാണ് പോകുന്നത്. അപ്പൊ സ്വർഗത്തിന്റെ നിറം ചിത്രീകരിക്കുമ്പോൾ, ആകാശത്തിന്റെ നിറം ചിത്രീകരിക്കുമ്പോൾ വിവരിച്ചിരിക്കുന്ന ഒരു നിറമാണ് നീല എന്ന് പറയുന്നത്. അപ്പൊ നീലരത്നങ്ങളുടെ ഉൽപ്പത്തി സ്ഥാനം ഭൂമിയുടെ അധോഭാഗങ്ങളിലുള്ള പാറയുമായി ബന്ധപ്പെട്ടുണ്ടെന്ന് പറയുമ്പോൾ, ക്രിസ്തുവാകുന്ന പാറയുമായി നമ്മൾ ബന്ധിപ്പിക്കുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ്: യേശു വന്നത് സ്വർഗത്തിൽ നിന്ന്, യേശു പോയത് സ്വർഗത്തിലേക്ക്, വിശുദ്ധന്മാർ പോകുന്നത് സ്വർഗത്തിലേക്ക്. സ്വർഗമെന്നുള്ള പരിപാവനമായ ഒരു വിഷയം ഒരു ക്രിസ്തു വിശ്വാസിയുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വരച്ച് കാണിക്കുന്ന ഒരു കാര്യം ഇതാണ്: യേശുവാകുന്ന പാറയിലൂടെയാണ്. ഇനി ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്, മാലോകർക്ക് മുഴുവനും യേശുവിനെ അറിയാം, നാട്ടുകാർക്ക് മുഴുവനും യേശുവിനെ അറിയാം, മഹാത്മാഗാന്ധിക്ക് യേശുവിനെ അറിയാം, എല്ലാ രാഷ്ട്രീയക്കാർക്കും യേശുവിനെ അറിയാം, നാട്ടുകാർക്കും ലോകക്കാർക്കും മുഴുവനും യേശു ക്രിസ്തുവിനെ അറിയാം. എങ്ങനെ അറിയുന്നറിയാമോ? സാമൂഹിക പരിരക്ഷകർത്താവും, നല്ല പ്രസംഗം നടത്തുന്നയാള്, ചാപ്പാട് കൊടുക്കുന്നയാള്, നല്ല പ്രഭാഷണങ്ങൾ നടത്തുന്ന ഒരാള്, നല്ല സാരോപദേശങ്ങൾ കൊടുക്കുന്ന ഒരാള്. ഇതാണോ യേശുവിനെ കുറിച്ച് അറിയേണ്ടത്? യേശുവിനെ അറിഞ്ഞു എന്ന് പറയുമ്പോൾ യേശുവിലൂടെ അറിയേണ്ടത് സ്വർഗമാണ്. യേശുവിലൂടെ സ്വർഗം അറിയാതെയുള്ള ഒരറിവും ശരിയായ അറിവല്ല. ഇനി എത്ര പുസ്തകം എഴുതിയെന്ന് പറഞ്ഞാൽ, വേദപുസ്തകം മുഴുവനും കാണാപ്പാടം അറിഞ്ഞെന്ന് പറഞ്ഞാൽ, പ്രധാനമന്ത്രി പറഞ്ഞെന്നറിയാമോ? എന്റെ കാലയളവിൽ യേശു ഉണ്ടായിരുന്നെങ്കിൽ ആ മനുഷ്യന്റെ കാൽപാദങ്ങളെ ഞാൻ ചുംബനം ചെയ്തേനെ. എന്റെ സത്യാന്വേഷണ കഥകൾ ഞാൻ പുസ്തകം വായിച്ചിട്ടുള്ളവർക്കറിയാം. പക്ഷെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താണ്? ദൈവം സ്ത്രീയിൽ നിന്ന് ജനിക്കുമോ? തീർന്നില്ലേ? ദൈവം സ്ത്രീയിൽ നിന്ന് എങ്ങനെ ജനിക്കും? ദൈവത്തിന് ആരംഭമുണ്ടോ? ദൈവം ഒരു സ്ത്രീയുടെ മടിയിലിരിക്കുമോ? ദൈവം ഒരു സ്ത്രീയുടെ മകനായിട്ട് അറിയപ്പെടുമോ? യേശുക്രിസ്തുവിന്റെ ദൈവത്വം ആ മനുഷ്യൻ ആ മകൻ വ്യക്തിക്ക് മറയപ്പെട്ടിരിക്കുകയാണ്. സ്തോത്രം. എന്നാൽ ഇന്ന് പകൽ കൃപ പ്രാപിച്ച ദൈവമക്കൾക്ക് പറയുവാനായിട്ട് കഴിയോ? യേശു ദൈവമായിട്ട് നമ്മുടെ ഉള്ളിലുണ്ട്. സ്തോത്രം, സ്തോത്രം. പാറയാകുന്ന ക്രിസ്തു, ഹല്ലേലൂയ. നീലരത്നങ്ങളുടെ ഉൽപ്പത്തി സ്ഥാനം ഉണ്ടെന്ന് പറയുമ്പോൾ അനവധിയായ ആശയങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതിൽ ഒറ്റ ആശയം മാത്രം പരിശുദ്ധാത്മാവിലൂടെ വെളിപ്പെടുത്തുകയാണ്: സ്വർഗം അറിയാതെ യേശുവിനെ അറിയുന്നില്ല. യേശുവിലൂടെ ഞാൻ സ്വർഗം അറിഞ്ഞു, യേശുവിലൂടെ ഞാൻ നിത്യത അറിഞ്ഞു, യേശുവിലൂടെ ഞാൻ ദൈവരാജ്യം അറിഞ്ഞു, യേശുവിലൂടെ എന്റെ പ്രതിഫലങ്ങൾ അറിഞ്ഞു, യേശുവിലൂടെയാണ് ഞാൻ പുതിയ യെരൂശലേം അറിഞ്ഞത്, യേശുവിലൂടെയാണ് എന്റെ വീണ്ടെടുപ്പ്, യേശുവിലൂടെയാണ് എന്റെ നീതീകരണം. യേശുവിനെ മാറ്റി നിർത്തി എനിക്ക് ഒന്നും ചെയ്യാനില്ല. എന്റെ ജീവിതത്തിന്റെ എല്ലാം എന്റെ യേശു മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ നീലരത്നത്തിന് തുല്യമായ സ്വർഗീയ ചിന്തകൾ വരുന്നു. ഇനി
ആ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന തന്റെ വിശുദ്ധ സഭയ്ക്ക് വേണ്ടി, തന്റെ വിശുദ്ധ മണവാട്ടിക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയിരിക്കുന്ന പുതിയ യെരൂശലേമിനെ കുറിച്ച് പറയുമ്പോൾ പുതിയ യെരൂശലേം നിറഞ്ഞു നിൽക്കുന്ന രണ്ടാമത്തെ രക്തം നീലരക്തമാണ്. സ്തോത്രം. ദൈവമക്കളെ, ഇതുപോലെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഓർക്കുക, അനധിവിദൂര ഭാവിയിൽ അവിടെ ചെന്ന് ഇത് കാണുന്ന ദിവസം അടുത്ത് വരികയാണ്. സ്വർഗത്തിലെ നല്ല ഓർമ്മയുണ്ട് കേട്ടോ. പാസ്റ്റർ ബിജുബി തോമസ് കുപ്പപ്പള്ളിയിൽ ശുശ്രൂഷിച്ച കാലയളവില് ബിജുബി തോമസ് പാസ്റ്ററും മറ്റു പാസ്റ്റർമാരൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്ന നീലരത്നം ഇതാണല്ലോ എന്ന് പറഞ്ഞ്, ഇനി എന്നെ നിങ്ങൾ അവിടെ വെച്ച് കാണുമ്പോൾ പാസ്റ്റർ പാസ്റ്റർ പ്രസംഗിച്ചത് കണ്ടോ, ദൈവത്തിന് സ്തോത്രം, ഞാൻ നിങ്ങളെ കാണുമ്പോഴും നീലരത്നം കണ്ടോ എന്ന് പറയുന്ന സന്തോഷകരമായ ഒരു അവസ്ഥ ആത്മാവിൽ നിന്ന് കണ്ട ദൈവത്തെ ഒന്ന് മഹിമപ്പെടുത്തിയാണ്. ദൈവത്തിന് സ്തോത്രം. പൗലോസ് പറയുന്നത് അറിയാമോ, ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ആയിരിക്കും. കുപ്പപ്പള്ളി സഭയെ ആരും നഷ്ടപ്പെട്ടു പോകാതെ ആ സൗഭാഗ്യകരമായ രാജ്യത്തിലും ആ നിത്യതയിലും കാണപ്പെടുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ ബലപ്പെടുത്തട്ടെ. ഇത് കെട്ടുകഥയല്ല, ഇത് ചരിത്രമല്ല, ഇത് ആത്മാവിൽ നമ്മൾ കാണുകയാണ്. ഇത് നമ്മുടെ ആവേശമാണ്, ഇത് നമ്മുടെ പ്രത്യാശയ. ഇതിനു വേണ്ടിയാണ് ദൈവം നമ്മെ വേർതിരിച്ചത്. അപ്പൊ ഈ ഭൂമിയുടെ ഭാഗത്ത് മറഞ്ഞു കിടക്കുന്ന പാതയുടെ രണ്ടാമത്തെ പ്രത്യേകത, നീലരക്തത്തിന്റെ ആരംഭസ്ഥാനം അവിടെയുണ്ട്. ക്രിസ്തുവുമായി ബന്ധിപ്പിക്കുമ്പോൾ യേശു ക്രിസ്തുവിൽ നിന്ന് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. മൂന്നാമത്തെ പ്രത്യേകത 28ന്റെ 6ാമത്തെ വാക്യം വായിച്ചല്ലോ. ഇത് കനകപ്പൊടിയുള്ള പാതയാണ്, ഇത് സ്വർണ്ണത്തരിയുള്ള പാതയാണ്. അതുകൊണ്ടാണ് ഭൂമിയുടെ ഏതോ ഭാഗങ്ങളിൽ സ്വർണം ഖനനം ചെയ്തെടുക്കുന്നത്. വർഷങ്ങൾ, കഷ്ടപ്പാടുകൾ, അതിന് പിന്നിൽ ചെലവഴിക്കുന്ന അധ്വാനങ്ങൾ, അത് പുറത്തു കൊണ്ടുവന്ന് ഒരുക്കിയെടുത്ത് ഭംഗിയുള്ള ശോഭയുള്ള സ്വർണ്ണമാക്കി തീർക്കുമ്പോൾ അതിന്റെ വില നമുക്ക് എല്ലാവർക്കും അറിയാം. ദൈവത്തിന്റെ സ്തോത്രം. അപ്പൊ ഭൂമിയുടെ ഏതോ ഭാഗങ്ങളിലുള്ള പാറയുമായി ബന്ധപ്പെട്ട് പാറയിൽ മറിഞ്ഞു കിടക്കുന്ന എന്തുണ്ടെന്ന് അറിയാമോ? സ്വർണ്ണത്തരികളുണ്ട്, സ്വർണ്ണപ്പൊടികൾ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവജനത്തെ അനുഗമിക്കുന്ന ദൈവജനത്തോടുകൂടെ യാത്ര ചെയ്യുന്ന ക്രിസ്തുവാകുന്ന പാറയെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ ആ സ്വർണ്ണ കാണിക്കുന്നത് യേശു രാജാവാണ്. അനേക രാജമുടികൾ അവന്റെ തലയിലുണ്ട്. ഒരു പൊൻകിരീടം അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. യെരൂശലേമിന്റെ തെരുവിലൂടെ മുൾക്കിരീടധാരിയായി പോയ എന്റെ കർത്താവ് ആത്മാവിനെ എടുത്ത ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്ത ശോഭാപൂർണ്ണനായിരിക്കുന്ന യേശു ക്രിസ്തു പൊൻകിരീടധാരിയായി വെളിപ്പെടുവാനായിട്ട് പോവുകയാണ്. ജനനം മുതൽ മരണം വരെ യേശു രാജാവായിട്ട് വെളിപ്പെടുത്തിയെങ്കിൽ യേശു എങ്ങനെയാ ഭൂമിയുടെ മേൽ വരുന്നത്? അവൻ രാജാതിരാജാവായി വരികയാണ്. നമ്മെ അനുഗമിക്കുന്ന നമ്മോട് കൂടെ യാത്ര ചെയ്യുന്ന ക്രിസ്തുവാകുന്ന പാറയുടെ മൂന്നാമത്തെ പ്രത്യേകത, ഈ പാറ സ്വർണ്ണപ്പാറയാണ്. സ്തോത്രം. അടുത്ത പ്രത്യേകതകൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾ നോക്കുക. 4ാമത് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ഇത് കഴുകനറിയാത്ത പാറയാണ്. ആരാ കഴുകൻ? പക്ഷികളുടെ രാജാവാണ്. ദീർഘവീക്ഷണമുള്ളതാണ്, എല്ലാം അറിയുന്നുണ്ട്. കാണറിയുന്ന ഓരോ പ്രദേശങ്ങളും അറിയുന്ന ഉയർന്ന പാറമേൽ ചെന്ന് കൂടുവയ്ക്കുന്ന കഴുകൻ. ദൈവത്തിന്റെ സ്തോത്രം. എല്ലാം നന്നായി മനസ്സിലാക്കുന്ന വിവേകമുള്ള കഴുകൻ. പക്ഷെ കഴുകൻ എന്തും മറവായിരിക്കുകയാണെന്ന് അറിയാമോ? ഈ ക്രിസ്തുവാകുന്ന പാറ മറവായിരിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറയുന്നത്, ഈ ലോകത്തിലെ പ്രഭുക്കന്മാർക്ക് പലർക്കും യേശുവിനെ അറിയുന്നില്ല. ലോകത്തിലെ എല്ലാം അറിയാൻ കഴിയുന്നത് ലോകത്തിലെ പ്രതിഭാശാലികളാണ്. എല്ലാം അവർക്ക് പറയാനായിട്ടുണ്ട്. സ്തോത്രം. പറഞ്ഞിരിക്കുന്ന വേഗത്തിൽ അവസാനിപ്പിക്കുക. കഴുകൻ അറിയാത്ത പാറ, എല്ലാം കാണുന്ന, എല്ലാം അറിയുന്ന, പരുന്ത് കണ്ടിട്ടില്ലാത്ത പാറ. തലങ്ങും വിലങ്ങും ഓടി നടക്കുന്ന, കാട്ടിലെ ഓരോ മുക്കും മൂലയും തിരിച്ചറിയുന്ന, ഈ കാട്ടിലുള്ള മുഴുവൻ പാറകളും മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന, എല്ലാ കാട്ടുമറകളിൽ നിന്നും മറവായി നിൽക്കുന്ന ഭൂമിയുടെ അതോ ഭാഗങ്ങളിലുള്ള പാറ. ദൈവത്തിന്റെ സ്തോത്രം. എല്ലാ കാട്ടുമൃഗങ്ങൾ എന്ന് പറയുന്ന എല്ലാ സ്വഭാവത്തിൽപ്പെട്ടിരിക്കുന്ന എല്ലാ ജീവജാലങ്ങളും, എല്ലാ മനുഷ്യരും, പക്ഷെ അവർക്കാർക്കും വേണ്ടതുപോലെ ക്രിസ്തുവാകുന്ന പാതയെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ല. എന്നാൽ നമ്മുടെ ഏറ്റവും ഒടുവിൽ പറയുന്ന ഒരു കാര്യം ഇതാണ്, സിംഹത്തിന് ഇതിന്മേൽ നടക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ദൈവത്തിന്റെ സ്തോത്രം. സിംഹം നടന്നിട്ടുള്ളത് കാറ്റിലുള്ള സാധാരണ പാറമേലാണെന്നാൽ ഭൂമിയുടെ അതോ ഭാഗത്ത് മറഞ്ഞു കിടക്കുന്ന ഈ പാറമേൽ സിംഹത്തിന്റെ കഴിവുകൊണ്ട് ഒരിക്കലും എത്താനായിട്ട് കഴിയത്തില്ല എന്ന്
സാധാരണക്കാരിൽ സാധാരണക്കാരായിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും പരിശുദ്ധാത്മാവ് ഈ പാറ പ്രകാശിപ്പിച്ചു നൽകി ഈ പാറമേ നിൽക്കുക, ഈ പാറമേ യാത്ര ചെയ്യുക, ഈ ആത്മീയ പാറയാകുന്ന ക്രിസ്തുവിനെ ആത്മാവിൽ ആസ്വദിപ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകി. ഇത് ദൈവത്തിന്റെ മഹാകൃപയാണ്. തൈലനദി നിറഞ്ഞു നിൽക്കുന്ന, നീലരക്തം കൊണ്ട് അലങ്കരിക്കപ്പെട്ടിരിക്കുന്ന, കനകപ്പൊടി നിറഞ്ഞു നിൽക്കുന്ന ഈ പാറ നമ്മുടെ സ്വന്തം പാറയാണ്. സ്തോത്രം 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 സ്തോത്രം. വിഷയം മനസ്സിലായിരുന്ന കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്താണ്. ഹല്ലേലൂയ. ഒരിക്കലും ദൈവകൃപയിൽ നിന്ന് മാറിപ്പോകരുത്, രക്ഷയിൽ നിന്ന് മാറിപ്പോകരുത്, വിശ്വാസത്തിൽ നമ്മൾ മാറിപ്പോകരുത്. നാം അറിഞ്ഞതിനേക്കാളും ഈ പാറ എത്രയോ ഉന്നതമായ പാറയാ. ഈ പാറ വിലയുള്ള പാറയാ. നമ്മുടെ ജീവിതത്തിന്റെ സകല കാര്യങ്ങൾക്ക് പാറയായിരിക്കുന്ന, രക്ഷയായിരിക്കുന്ന, നമ്മുടെ കോട്ടയായിരിക്കുന്ന യേശുവിനെ നമ്മുടെ മാറോട് ചേർത്ത് നമ്മുടെ ജീവിതത്തിന്റെ ഒടുവിൽ വരെയും വിശ്വസ്തനായി മുന്നോട്ട് പോകുവാൻ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക. ഈ ദൈവം എന്നും നമ്മെ വഴി നടത്തുന്നവരാണ്. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലങ്ങളെ ദൈവസന്നിധിയിൽ മടക്കി കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥ പിതാവേ, തിരുനാമത്തിനായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇത്രയും ശ്രേഷ്ഠകരമായിരിക്കുന്ന ആത്മീയ പാറയായിരിക്കുന്ന ക്രിസ്തുവിനെയും പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഉള്ളിൽ പ്രകാശിപ്പിച്ച് നൽകിയതിനായി സ്തോത്രം. ഈ ലോകത്തിലെ പ്രഭുക്കന്മാർക്ക് അനേകർക്ക് മറവായിരിക്കുമ്പോൾ സാധാരണക്കാരായിരിക്കുന്ന അങ്ങയുടെ മക്കളെ ദൈവം സ്നേഹിച്ച് ക്രിസ്തുവാകുന്ന പാറയെ കുറിച്ചുള്ള ഉൾക്കാഴ്ച ബോധം ദൈവം നൽകിയതിനായി സ്തോത്രം. ഈ ദർശനത്തിൽ, ഈ കൃപയിൽ, ഈ അഭിഷേകത്തിൽ കർത്താവേ, ആത്മീയ കാഴ്ചപ്പാടിൽ നിന്ന് ഒരു പടി പോലും വ്യതിചലിച്ചു പോകാതെ വിശ്വാസത്തിൽ പിന്നെ മുന്നോട്ട് പോകാൻ ആവശ്യമായ പുതുബലം എല്ലാവരുടെ പേര് നൽകണമേ. മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ ധന്യമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കേൾക്കണം. സ്വർഗ്ഗസ്ഥ പിതാവേ, ആമേൻ.